അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദ് NIA കസ്റ്റഡിയിൽ ഈ മാസം 27 വരെയാണ് കസ്റ്റഡി വിട്ടിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനാണ് NIA സവാദിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ഇന്നലെ നടന്ന തിരിച്ചറിയൽ പരേഡിൽ പ്രതിയെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞു. വിവരങ്ങൾ നൽകാൻ അജീഷ് കർണാരൻ ചേരുന്നുണ്ട്. അജീഷ്, വിശദമായ ഒരു അന്വേഷണം ഇതിൽ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കസ്റ്റഡി ഇത്രയും ദിവസത്തേക്ക് നീട്ടിയത്. ഒപ്പം ഇന്നലെ ഈ ഇരയായ TJ ജോസഫ് ഈ സവാദിനെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. രജനി, സവാദിനെ വിശദമായി ചോദ്യം ചെയ്യുക എന്നത് NIA സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. കാരണം 13.5 വർഷം ഒളിവിൽ കഴിയുന്നതിന് വേണ്ട സഹായങ്ങൾ ആരെല്ലാമാണ് ചെയ്തത്, എവിടെയെല്ലാമാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. 2010 ജൂലൈ 4-ന് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ശേഷം താലിബാൻ മോഡൽ ആക്രമണം മതഭീകരവാദികൾ PFI സംഘം നടത്തിയതിനു ശേഷം അതിന് നേതൃത്വം നൽകിയ മറ്റുള്ള ആളുകൾ പിടിവിടപ്പെട്ടപ്പോഴും സവാദ് പിടിയിലായിരുന്നില്ല. അന്ന് ഈ കൃത്യം നടത്തിയ കൈ വെട്ടിമാറ്റിയത് സവാദായിരുന്നു. അതിനുപയോഗിച്ച മഴുവുമായിട്ടായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ആരുടെയെല്ലാം സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ട്, എവിടെയെല്ലാമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടുള്ളത്, കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഒളിയിടങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം നടക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടതും. ഇതനുസരിച്ച് 27-ാം തീയതി വരെ വിശദമായ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ പ്രത്യേക NIA കോടതി NIA കസ്റ്റഡിയിൽ ഒന്നാം പ്രതി സവാദിനെ വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ചോദ്യം ചെയ്യലിൽ ഒപ്പം ഇതെവിടെയാണ് കൃത്യം നടത്താൻ ഉപയോഗിച്ച മഴു ഒളിപ്പിച്ചിരിക്കുന്നത്, മറ്റാരുടെയും സഹായം ഈ ഒളിപ്പിക്കുന്നതിന് ലഭിച്ചോ എന്നറിയേണ്ടതുണ്ട്. സാമ്പത്തിക സഹായം, ഇയാൾക്ക് വിവിധ കാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ സംബന്ധിച്ച് വ്യക്തമാകണം. മാത്രമല്ല കാസർഗോഡും കണ്ണൂർ ജില്ലയിലും അടക്കം ഏറെക്കാലം കഴിയുമ്പോൾ ഇയാളെ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോലും പ്രാദേശികമായ PFI സംഘങ്ങളുടെയും മറ്റു മത ഭീകരവാദ ഗ്രൂപ്പുകളുടെയും സഹായം പ്രാദേശികമായി പല സ്ഥലങ്ങളിലും സവാദിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാമാണ് ഈ ചോദ്യം ചെയ്യലിൽ പുറത്തുവരേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്കാണ്, ആ ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ലഭിച്ചതിനെ തുടർന്ന് NIA കടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇത് തിരിച്ചറിയൽ പരേഡ്, സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയിരുന്നു. ഈ തിരിച്ചറിയൽ പരേഡിൽ അന്ന് ആക്രമിച്ചതിൽ അതിൽ മുന്നിൽ ഉണ്ടായിരുന്ന സവാദിനെ തിരിച്ചറിഞ്ഞു എന്ന് അധ്യാപകൻ വ്യക്തമാക്കുകയും ചെയ്തു. ഈ തിരിച്ചറിയൽ പരേഡിന് മുമ്പും പ്രൊഫസർ TJ ജോസഫ് മതനിന്ദ ആരോപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണത്തിന്, മതഭീകരവാദികളുടെ താലിബാൻ മോഡലിലുള്ള ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ TJ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ പരേഡിന് മുമ്പും സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാളെ എവിടെ വെച്ച് കണ്ടാൽ അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലും തനിക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം തന്റെ കൈപ്പത്തികൾ പിടിച്ചു വെച്ചു കൊടുത്തപ്പോൾ അത് വെട്ടിയത് ക്രൂരമായ അത്തരത്തിലുള്ള താലിബാൻ മോഡൽ ആക്രമണം നടത്തിയത് ഈ സവാദാണ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തു. ഒപ്പം തന്നെ സ്റ്റെല്ല, TJ ജോസഫിന്റെ സഹോദരി സ്റ്റെല്ല, ഒപ്പം മിഥുൻ T ജോസഫ് മകൻ, ഇത്രയും പേരെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് നടപടിയും തിരിച്ചറിയൽ പരേഡിനായി അവിടെ എത്തിച്ചത്. ഇവരെല്ലാവരും തന്നെ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു, സവാദിനെ തിരിച്ചറിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തുറന്നുള്ള അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് ഈ പ്രതിയെ സാക്ഷികളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇരയടക്കമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത്. അന്ന് 4-5 പേർ ആയിരുന്നു സാക്ഷിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിലൊരാൾ സലോമി ആയിരുന്നു, അധ്യാപകന്റെ ഭാര്യ. അവർ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ആളുകളുടെ സാക്ഷികളെ എത്തിച്ചുകൊണ്ടുള്ള തെളിവ് ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ പരേഡ് നടപടികളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു കൃത്യം നടത്തുമ്പോൾ അന്ന് തന്നെ ഗൂഢാലോചനയിൽ മറ്റു ചില ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്ന സംശയം NIAക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സവാദ് പിടിയിലാകേണ്ടത് ഏറ്റവും പ്രധാനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സവാദിനായി വലിയ തോതിൽ രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം അന്വേഷണ സംഘം ഊർജിത അന്വേഷണം നടത്തിയതും ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസും റെഡ് കോർണർ നോട്ടീസുകളും അടക്കം പുറപ്പെടുവിച്ചതും ഇയാളെ കണ്ടെത്തി വിവരങ്ങൾ നൽകുന്നവർക്ക് 10 ലക്ഷം രൂപയുടെ പാരിതോഷികവും എല്ലാം പ്രഖ്യാപിച്ചത് സവാദ് ഈ കേസിൽ അത്ര പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയും ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകേണ്ട നിർണായക പ്രതിയുമാണ് എന്നതുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നതായിരിക്കും സവാദിന്റെ ചോദ്യം ചെയ്യൽ. ഒപ്പം ഈ തെളിവെടുപ്പ് നടപടികൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ജയേഷ്, ഇവിടെ ഒരു കാര്യം ജയേഷ് പറഞ്ഞതുപോലെ വ്യക്തമാണ്, ഈ കേസിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷെ മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇരയായ TJ ജോസഫ് പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ഒപ്പം തന്നെ ഇവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 13 വർഷം ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് പിടികൂടിയത്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ SDPIയുടെ ഒരു കേന്ദ്രം ആ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. ആ രീതിയിലൊക്കെ തന്നെ അന്വേഷണം നടത്തണം. ഒപ്പം ഇയാളുടെ ഭാര്യ പിതാവ് അടക്കം SDPI പ്രവർത്തകരാണ്. അതിലേക്കൊക്കെ തന്നെ ഒരു അന്വേഷണം, വിപുലമായ ഒരു അന്വേഷണം നടത്തണം. അതിൻ്റെയൊക്കെ തന്നെ പേരിൽ NIA ഇത്രയും ദിവസം കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നത്.
രജനി പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ ആദ്യം കണ്ടെത്തണം. ആ ഭാഗങ്ങളിൽ തെളിവെടുപ്പിന് എത്തിക്കണം. ഈ അറസ്റ്റിലായ പിടികൂടപ്പെട്ടിട്ടുള്ള കണ്ണൂരിലെ മട്ടന്നൂർ ബേരത്ത് അടക്കം എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണം. അതിനു മുമ്പ് ഇയാൾ കാസർഗോഡ് ഏറെ നാൾ തങ്ങിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത്. ഇതെല്ലാം തന്നെ അത് തന്നെ അറിയാതെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന മൊഴികൾ എന്ന് പറയുന്നത് അവർക്കാർക്കും സവാദിനെ അറിയില്ലായിരുന്നു. വിവാഹം നടക്കുമ്പോൾ പോലും അനാഥനാണ്, തനിക്ക് ഇതുമായി വിവാഹ ആലോചനകൾ വരാൻ മറ്റാരും ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സവാദ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് വിവാഹം നടന്നത് എന്ന വാദങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ NIA ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. സവാദിന്റെ വിവാഹവും അടക്കമുള്ള കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ആളുകൾ അവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ മാത്രമല്ല കുടുംബം അടക്കം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിയുമ്പോൾ പ്രാദേശികമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും സവാദ് കൃത്യം ഒളിവിൽ കഴിഞ്ഞിരുന്നത് PFIയുടെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മതഭീകരവാദ ഗ്രൂപ്പുകളുടെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു. അത്തരം ആശയങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന അത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്ന എന്ന കേന്ദ്രങ്ങളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സവാദിനെ അവരാരും തിരിച്ചറിഞ്ഞില്ല എന്നത് അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. കൃത്യമായി തന്നെ പല പ്രാദേശിക നേതാക്കൾക്കും അറിയാമായിരുന്നു സവാദാണ് അവിടെ തങ്ങുന്നത് എന്നും ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന കൊടും കുറ്റവാളിയാണ് ഈ സവാദ് എന്ന കാര്യവുമെല്ലാം അറിഞ്ഞുകൊണ്ട് അയാൾക്ക് ഒളിത്താവളം ഒരുക്കിയ ആളുകളുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തണം. മാത്രമല്ല ഈ കൃത്യം നടത്തിയ ആയുധം കണ്ടെടുക്കുക എന്നത് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമാണ്. 2 ഘട്ടങ്ങളിലായി വിചാരണ നടക്കുകയായിരുന്നു ഈ കേസിൽ. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ആദ്യഘട്ടത്തിലെ വിചാരണയ്ക്ക് ശേഷം 13 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. അവരിൽ പലർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. ഗൂഢാലോചന അടക്കം വധശ്രമം ഒപ്പം തന്നെ അതിനുള്ള നീക്കങ്ങൾ ഗൂഢാലോചന അടക്കം നിരവധി കുറ്റങ്ങൾ UAPയിലെ വിവിധ വകുപ്പുകൾ അടക്കം ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നു. അതിൽ പല കുറ്റങ്ങളും UAPയിലെ വകുപ്പുകൾ അടക്കം നിരവധി പ്രതികൾക്കെതിരെ തെളിയുകയും അവർ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ വിചാരണ നടന്നത് 2023 വിചാരണ പൂർത്തിയായത്. അന്ന് 6 പേരായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടത്. ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ സവാദ് വിചാരണ നേരിട്ടിരുന്നില്ല. ഒളിവിൽ തുടരുകയായിരുന്നു സവാദ് എന്നതുകൊണ്ട് തന്നെ വിചാരണ നടപടികൾ നേരിട്ടിരുന്നില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ അറസ്റ്റിലാവുകയും ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. അത് ഒരു പുതുക്കിയ കുറ്റപത്രമായിട്ടായിരിക്കും സമർപ്പിക്കുക. അതിലാണ് സവാദ് എവിടെയെല്ലാം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ആരുടെയെല്ലാം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, സാമ്പത്തിക സഹായങ്ങൾ എവിടെ നിന്നെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കൂടുതലായിട്ടുള്ള കുറ്റപത്രം, പുതുക്കിയ കുറ്റപത്രം NIA കോടതിയിൽ സമർപ്പിക്കും. മറ്റു നടപടികളെല്ലാം തന്നെ മുമ്പ് എങ്ങനെയാണോ കോടതി നടപടികൾ പൂർത്തിയായി വന്നിരുന്നത് സമാനമായി തന്നെയുള്ള കൂടുതൽ കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ സവാദിന്റെ കേസ് പ്രത്യേകമായി തന്നെ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുക. ശരി, ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.